സോ ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് 5000 രൂപയിൽ താഴെ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ 5000 രൂപയിൽ താഴെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഒരുപക്ഷേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ ഒരു കമ്മ്യൂണിറ്റി പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയായിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് പേര് വോട്ട് ചെയ്തു. അതിൽ ഏകദേശം 75% ആൾക്കാരും 5000 രൂപയ്ക്ക് മുകളിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും 5000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ വാങ്ങിയവരുമാണ്. അതുപോലെ തന്നെ ഏകദേശം 25% ആളുകൾ പറയുന്നത് അവർക്ക് 5000 രൂപയിൽ താഴെയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണുള്ളത്. അതുപോലെ തന്നെ 5000 രൂപയിൽ താഴെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ നിങ്ങൾക്ക് 5000 രൂപ എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറും ഒപ്പം തന്നെ 5G നെറ്റ്വർക്കും ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ലഭിച്ചാലോ നിങ്ങൾ തീർച്ചയായിട്ടും അത് വാങ്ങുമല്ലേ? ഞാൻ മറ്റൊന്നിനെ കുറിച്ചല്ല പറയുന്നത്, ജിയോയുടെ പുതിയ സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺസ് എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നും ഒപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ ഒരു അടുത്തിടെ അറിഞ്ഞൊരു ന്യൂസ് ആയിരിക്കാം. അതായത് നമ്മുടെ ജിയോയുടെ ഷെയറുകൾ ഗൂഗിൾ വാങ്ങിയതിനെ പറ്റി, അതുപോലെ തന്നെ കോൾകോം എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകൾ ജിയോ വാങ്ങിയതിനെ പറ്റി, ഒപ്പം തന്നെ ഫേസ്ബുക്കുമായിട്ട് ഒരു കയ്യൊപ്പ് ഉണ്ടാക്കിയതിനെ പറ്റി, അതുപോലെ തന്നെ ലാവ കാർബൺ പോലുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളോട് ജിയോ ഒരു കോൺഫറൻസ് നടത്തിയതിനെ പറ്റി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ജിയോയുടെ പുതിയ സ്മാർട്ട് ഫോൺസ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഗൂഗിളുമായിട്ട് ഇങ്ങനെ ഒരു കയ്യൊപ്പ് ജിയോയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയും ഈ ജിയോയുടെ സ്മാർട്ട് ഫോൺസിൽ വരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 5000 രൂപയ്ക്ക് താഴെ 4000 രൂപ എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഷവോമി, റിയൽമി പോലുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഇന്ത്യയിൽ അവരുടെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇവർ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് അല്ല നടത്തുന്നത്, സ്മാർട്ട് ഫോണിൻ്റെ അസംബ്ലിങ് മാത്രമാണ് നടത്തുന്നത്. അതായത് ഇവരുടെ ബേസ് കമ്പനി എന്ന് പറയുന്നത് ചൈനീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വെച്ച് അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് നല്ലൊരു എമൗണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ വിലയും ഇന്ത്യയിൽ കുറയുന്നതായിരിക്കും. അപ്പോൾ അതാണ് ജിയോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. കാരണം കോൾകോമുമായിട്ടൊരു കയ്യൊപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കോൾകോമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ചിപ്പ് സെറ്റുകളുടെ മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജിയോ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വില കൂടിയ ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ വന്നിരിക്കുന്ന പ്രോസസർ അല്ലെങ്കിൽ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചിപ്പ് സെറ്റ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതിന് കാരണം സ്മാർട്ട് ഫോൺസിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറയും, അതിനനുസരിച്ച് സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസും കുറയും. അതുപോലെ തന്നെ ഈ ഒരു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതും കുറയ്ക്കാൻ സാധിക്കും. അതായത് മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇന്ത്യയിൽ തന്നെ ഈ ഒരു ചിപ്പ് സെറ്റുകൾ വാങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ ഈ ഒരു സ്മാർട്ട് ഫോൺസിനും വില കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജിയോ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഫേസ്ബുക്കുമായിട്ടൊരു കയ്യൊപ്പ് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ സർവീസസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിന് തന്നെ സോഷ്യൽ മീഡിയ സർവീസസ് ആണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. ഇത് മൂന്നും ഈ ഒരു സ്മാർട്ട് ഫോൺസിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ലാവ, കാർബൺ പോലുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുമായിട്ട് ഇത്തരത്തിലുള്ള കോൺഫറൻസ് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയുടെ സ്മാർട്ട് ഫോൺസ് നിർമ്മിക്കാൻ പോകുന്നത് ലാവയും കാർബണുമാണ്. അതും അവരുടെ തന്നെ പ്ലാന്റിലാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ജിയോയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വരാൻ പോകുന്നത് 5G നെറ്റ്വർക്ക് സപ്പോർട്ടോട് കൂടിയാണ്. അതായത് ഇപ്പോൾ തന്നെയും ഏകദേശം മിഡ് റേഞ്ചിൽ വരുന്ന ചില സ്മാർട്ട് ഫോൺസിൽ മാത്രമേ 5G നെറ്റ്വർക്ക് സപ്പോർട്ടുള്ളൂ. എന്നാൽ ഈ ഒരു 5G നെറ്റ്വർക്ക് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോൺസ് എന്തായാലും നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങുന്ന ആ ഒരു സമയത്തായിരിക്കും ജിയോയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ 5000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ താഴെ 4000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ 5G സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, അതായത് 10,000 to 20,000 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസിലാണ് ഏറ്റവും പുതിയ ടെക്നോളജീസും ഏറ്റവും പുതിയ ഇന്നോവേഷൻസും ഒക്കെ പല സ്മാർട്ട് ഫോൺ കമ്പനികളും കൊണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. എന്നാൽ ഈ ഒരു 5000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ താഴെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലരും കേൾക്കാത്ത കമ്പനികളാണ് സ്മാർട്ട് ഫോൺസ് പുറത്തിറക്കുന്നതെന്ന് പറയുന്നത്. മറ്റ് മുൻഗണനയുള്ള ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് തന്നെ ജിയോ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നല്ല നല്ല സ്മാർട്ട് ഫോൺസ് പുറത്തിറക്കുമ്പോൾ എന്തായാലും മറ്റ് ബ്രാൻഡുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺസ് പുറത്തിറക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലും വന്ന്
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല നല്ല സ്മാർട്ട് ഫോൺസ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും 2021-22 വർഷങ്ങളിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ ലോഞ്ച് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഔട്ട്.